10:30-ക്കാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവനിലേക്കായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് നടക്കുക. എന്തായാലും നിലവിൽ സമാധാനപരമായാണ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രകടനങ്ങൾ നടക്കും എന്നാണ് അറിയുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കും രാജ്ഭവൻ പരിസരത്തേക്കുമായാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുക. നമുക്കറിയാം, ശബരിമലയിൽ നട തുറക്കുന്ന ദിവസമായതിനാൽ ശബരിമല ദർശനത്തിനായി എത്തുന്ന നിരവധി ആളുകളും ഈ റെയിൽവേ സ്റ്റേഷനിലും മറ്റും വന്നിറങ്ങുന്നുണ്ട്. എന്നോടൊപ്പം കുറച്ച് ഭക്തർ ചേരുന്നു. എവിടുന്നാണ് വരുന്നത്? തെലങ്കാന. ഓക്കെ. പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്ന? ശബരിമലയ്ക്ക് ഓക്കെ. ഇപ്പോൾ പത്മനാഭ ടെമ്പിൾ ദർശനം. ఓకే. పద్మనాభస్వామి క్షేత్రం స్ట్రైక్ ఆണെന്ന് അറിഞ്ഞിരുന്ന? స్ట్రైక్ అన్ని బంద్ అంటున్నారు. ఏం తెలవట్లే. హోటల్ కూడా లేవు. నో ఫుడ్. റെയിൽവേ ക്യാൻറ്റീൻ ഇസ് ദേർ. ഓക്കെ. അവർ തെലങ്കാനയിൽ നിന്ന് എത്തിയതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയവരാണ്. അതായത് ഇവിടെ ഇങ്ങനെ പണിമുടക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കാനായി റെയിൽവേയുടെ ക്യാൻറ്റീനുണ്ട്, അവിടേക്കാണ് പോകുന്നത്. എന്തായാലും അത്തരത്തിൽ പണിമുടക്ക് കാര്യമായി ആളുകളെ ബാധിച്ചിട്ടില്ല ഇവിടെ. പക്ഷേ വരുന്ന മണിക്കൂറുകൾ എന്താ സ്ഥിതി എന്ന് അറിയത്തില്ല. എവിടെ പോകുന്നു ചേട്ടാ? വീട് നെയ്യാറ്റിൻകരയാണ്. എവിടെ പോവാ? ഞാൻ ആശുപത്രി വന്നതാണ്. എവിടെ? മെഡിക്കൽ കോളേജിൽ പോയില്ലേ? വാഹനം ഉണ്ടായിരുന്നു? ട്രെയിൻ ഉണ്ട്, അങ്ങ് 8:45 അങ്ങോട്ട് തിരിച്ചു പോവാ. അപ്പം ഞാൻ നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരിച്ചുപോയ ആളും കൂടെയാണ്. നെയ്യാറ്റിൻകര നഗരസഭയുടെ അകത്ത് മരണപ്പെട്ടു പോയ ആളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലാണ്. അതായത് വിവിധ ആളുകൾ പല മേഖലകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് പോലീസ് ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒരു സൗകര്യപ്രദമായി മാറുന്നത്. പ്രത്യേകിച്ച് RCCയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ പോകാനായി എത്തുന്ന രോഗികൾക്ക് മറ്റുമായി പ്രത്യേക ക്രമീകരണങ്ങൾ സ്വകാര്യ ഏജൻസികൾ, അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ സേവാഭാരതിയുടെയൊക്കെ നിരവധി ആംബുലൻസുകളാണ് റെയിൽവേ സ്റ്റേഷനകത്ത് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് കുറഞ്ഞിട്ടില്ല. അതായത് രോഗികളെയും അതോടൊപ്പം അവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം മെഡിക്കൽ കോളേജിലേക്കും പിന്നെ RCCയിലേക്കും എത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ സർവീസുകൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ തന്നെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തുമൊക്കെ അവരതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് മറ്റ് സന്നദ്ധ സംഘടനകളും സമാനമായ തരത്തിൽ ആംബുലൻസ് സർവീസുകളും മറ്റ് വാഹന സൗകര്യവുമൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതായത് ഇത്തരം പണിമുടക്കാണ്, അല്ലെങ്കിൽ അതിനൊരു ബന്ധിൻ്റെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ തുടർച്ചയായി ഈ രോഗികളെയും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അന്യനാടുകളിൽ നിൽക്കുന്നവരെയൊക്കെ സഹായിക്കാനായി തലസ്ഥാനത്ത് വളരെ മാതൃകാപരമായ ഇടപെടലുകൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കാണാതിരിക്കാൻ കഴിയില്ല. കാരണം പുലർച്ചെ മുതൽ അത് തന്നെയാണ് കാഴ്ച. അറിയാനുള്ളത്, വരും മണിക്കൂറുകളിൽ ഈ പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരും. അപ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തുകളിലൂടെ സുഗമമായി ഓടുമോ ഇല്ലയോ, ആ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും 10:30-യോടെ തന്നെ ഈ പ്രതിഷേധ മാർച്ച് രാജ്ഭവൻ ലക്ഷ്യമാക്കി സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 10:30-യോടുകൂടി പ്രതിഷേധ മാർച്ച് നടക്കും. അതിനുശേഷം ഇത്തരത്തിൽ വാഹനങ്ങൾ നിരത്തിൽ ഓടുമോ, അതിന് അങ്ങനെ ഓടാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. നിലവിൽ പലയിടങ്ങളിലും പണിമുടക്ക് പൂർണ്ണമാണ്. തലസ്ഥാനം അടക്കമുള്ള ഇടങ്ങളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ തക്ക രീതിയിൽ വാഹനങ്ങളടക്കം അധികൃതർ ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ വരുമ്പോൾ ജനങ്ങൾ വലിയ രീതിയിൽ വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊക്കെ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഇതിന്റെ അപ്ഡേഷനൊക്കെ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.